നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വാക്കും വരയും എന്ന സെഷനിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കണ്ണുകളാണ് വരയ്ക്കുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ ഏതാനും മിനിറ്റുകൾ വാക്ക് കേൾക്കേണ്ട എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും കുറച്ചുകൂടി മുൻപോട്ട് പോയാൽ ചിത്രം കാണാം. അതല്ല, ഇത് കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കേൾക്കാം. നിങ്ങളുടെ താല്പര്യമാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം എങ്ങനെയാണ് നമ്മളെ സ്നേഹിക്കുന്നത്. ലവ് യുവർ സെൽഫ് എന്ന് പറയും. നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത്. കാരണം നമ്മളിങ്ങനെ സ്നേഹവും സന്തോഷവും ഒക്കെ മറ്റു പല ചുണ്ടുകളിലും പരതി നടക്കും അല്ലേ. അതൊക്കെ നൈമിഷികമാണ്. നമ്മൾ ഏതൊന്നിനെയാണോ ബാഹ്യമായിട്ടൊരു സുഖമായി തേടുന്നത്, ആ സുഖം ഒരിക്കലും നമുക്ക് ദുഃഖത്തിനും കാരണമാവും. ബന്ധങ്ങളിലായാലും എല്ലാത്തിലും അങ്ങനെയാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതിനൊരു ആത്മീയതയുടെ ടച്ച് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ അത് ഒരു നിത്യമായ ഒരു ആനന്ദമാണ്. നിത്യാനന്ദം എന്ന് പറയും. അതിലേക്കുള്ള വഴി നമ്മുടെ സെൽഫിനെ അറിയുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിൽ തന്നെ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതിന് വെച്ചിട്ട് ഞാനൊരു ചെറിയ കഥ പറയാം. ഈ കഥയിൽ നിങ്ങൾ തേടുന്നൊരു സത്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഈ കഥയൊന്ന് കേൾക്കുക. ഒരിക്കലും ഒരു മനുഷ്യൻ ശില്പങ്ങൾ വിൽക്കുന്ന ഒരു കടയിലേക്ക് കയറി ചെന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് പുഞ്ചിരി തൂകി നിൽക്കുന്നൊരു ശില്പം വേണം. അതിൻ്റെ മുഖത്ത് നോക്കിയാൽ തന്നെ നമുക്ക് ജീവിക്കാനുള്ള പ്രതീക്ഷ ഉണ്ടാവണം. ഉള്ളിൽ നിറഞ്ഞു തുളുമ്പുന്നത്ര സന്തോഷം ലഭിക്കണം. അങ്ങനെയുള്ളൊരു ശില്പമാണ് എനിക്ക് വേണ്ടത്. കടയുടമ അദ്ദേഹത്തെ കടയുടെ ഉള്ളിലേക്ക് ആനയിച്ചു. അവിടെ ധാരാളം മനോഹരമായ ശില്പങ്ങളുണ്ടായിരുന്നു. വന്നയാൾ ഓരോ ശില്പങ്ങളിലും പ്രതീക്ഷയോടെ സന്തോഷത്തെ തിരയാൻ തുടങ്ങി. എന്നാൽ പതിയെ പതിയെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു നിരാശ നിഴലിക്കാനും തുടങ്ങി. കാരണം അദ്ദേഹം പറഞ്ഞു, ഇതിലൊന്നും ഞാൻ അന്വേഷിച്ച ആ ഒരു ഹൃദ്യമായ ഒരു ഭാവമില്ലേയില്ല. ഞാൻ തേടുന്ന ശില്പത്തിൻ്റെ പുഞ്ചിരിയിൽ ഹൃദയങ്ങൾ അലിഞ്ഞു പോകണം, പ്രതീക്ഷയുടെ പൂക്കൾ വിരിയണം. അങ്ങനെയുള്ള ഒന്നാണ് എനിക്ക് വേണ്ടത്. കടക്കാരനാവട്ടെ തെല്ലുനേരം ആലോചിച്ചിട്ട് ഒരു ജീവൻ മുക്ത ഭാവത്തിൽ നിന്നിട്ട് പറഞ്ഞു, അങ്ങേക്ക് ഇത്രയും നേരം നോക്കിയിട്ട് അങ്ങനെ ഒരു ശില്പം കിട്ടിയില്ലെങ്കിൽ താങ്കൾക്ക് വേണ്ടത് തൊട്ടടുത്തൊരു കടയിലുണ്ട്, വാ നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞു. അവർ രണ്ടുപേരുടെ അടുത്ത കടയിലേക്ക് വന്നു. അതൊരു നിലക്കണ്ണാടികൾ വിൽക്കുന്ന കടയായിരുന്നു. നിലക്കണ്ണാടി എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഒരാളെ പൂർണ്ണ രൂപത്തിൽ കാണാൻ പറ്റുന്ന വലിയ കണ്ണാടി. എന്നാൽ ആ കട കണ്ടതും വന്നയാൾ പറഞ്ഞു, എനിക്ക് ഈ നിലക്കണ്ണാടി അല്ല സുഹൃത്തെ വേണ്ടത്, ഹൃദയത്തിൽ നിന്ന് സന്തോഷത്തിൻ്റെ പുഞ്ചിരി ഉണരുന്ന ഒരു ശില്പമാണ് വേണ്ടത് എന്ന് പറഞ്ഞു. മാത്രമല്ല, ഞാനത് ഒരുപാട് തേടി അലഞ്ഞിരിക്കുന്നു, എനിക്കത് കിട്ടിയിട്ടേ ഇല്ല. പുള്ളിക്ക് വല്ലാത്തൊരു നിരാശയായി. അപ്പോഴേ കടക്കാരൻ പറഞ്ഞു, നോക്കൂ, അങ്ങ് പറയുന്ന ആ ഒരു പുഞ്ചിരി ഉണ്ടല്ലോ, അത് ആത്മസ്നേഹത്തിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ പുഞ്ചിരിയാണ്. അതൊന്നും ഒരു ശിലാരൂപങ്ങളിലും കൊത്തിവെക്കാൻ സാധിക്കില്ല. ഒരു ശില്പിക്കും അങ്ങനെ ഒരു ആത്മനിർവൃതിയെ കൊത്തിയെടുക്കാനാവില്ല. കാരണം അങ്ങ് തേടുന്ന എല്ലാ സന്തോഷവും സ്നേഹവും അങ്ങയുടെ ഉള്ളിലാണുള്ളത്. അത് ഹൃദയത്തിൽ നിന്ന് ഉറവയെടുത്ത ഒന്നാണ്. അതിനാൽ അങ്ങ് ഈ ഒരു കണ്ണാടി അങ്ങയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി താങ്കളുടെ സ്വീകരണ മുറിയിൽ വെച്ചിട്ട് അതിലേക്ക് നോക്കി ഹൃദ്യമായിട്ടൊന്ന് പുഞ്ചിരിക്കുക. സ്വയം സ്നേഹിക്കുന്ന ഒരാളായി മാറുക. അപ്പോൾ താങ്കളുടെ ഈ ഒരു സന്തോഷം പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു തുടങ്ങും. അവിടെ അങ്ങയുടെ സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്നേഹത്തിൻ്റെ പുഞ്ചിരി തേടി ഒരുപാട് മനസ്സുകൾ അങ്ങേക്ക് ചുറ്റും വരും. അങ്ങനെ നമ്മുടെ ഉള്ളിലെ സന്തോഷത്തെയും നമ്മുടെ ഉള്ളിലെ തെളിച്ചത്തിനെയും നമ്മുടെ ഉള്ളിലെ നിറനിലാവിനെയും നമ്മൾ കണ്ടെത്തിയാൽ നമുക്കൊരു റാന്തൽ വിളക്കിൻ്റെ തിരി ഇങ്ങനെ ഉയർത്തി ഓരോ മുഖങ്ങളിലും ഇങ്ങനെ സന്തോഷം പരതി നടക്കേണ്ടതില്ല. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും. അതിന് നമ്മൾ നമ്മുടെ കഴിവുകളെ, നമ്മുടെ അറിവുകളെ, നമ്മുടെ ആത്മവിശ്വാസത്തെ ഒന്ന് ഉണർത്തിയെടുക്കണം. അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിലൂടെ നമുക്ക് സെൽഫ് ലവ് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ള ജീവിതമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്നത്തെ ചിത്രത്തിലേക്ക് പോകാം. നിങ്ങൾക്ക് ചിത്രമെല്ലാം പഠിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു, നമുക്ക് ലൈവ് ക്ലാസ്സുകളാണ്. എല്ലാ സെഷനും ഞാനിരുന്നാണ് പഠിപ്പിക്കുന്നത്. ആഗ്രഹമുണ്ടെങ്കിൽ ചേരാം. എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ തംബ്നെയിലുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് ചിത്രം വരെ കാണാം. ഒരുപാട് ഇഷ്ടം. നമസ്കാരം. നമ്മൾ എങ്ങനെയാണ് കണ്ണുകളെ വരയ്ക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മൂക്ക്, ചുണ്ട്, ചെവിയൊക്കെ വരച്ചു. ഇന്ന് കണ്ണുകളാണ്. ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗങ്ങളാണ് നമ്മളെപ്പോഴും കാണിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഞാൻ വരച്ചിരിക്കുന്നു. പിന്നീടൊരു ഓവൽ ഷേപ്പ് വരച്ചു. കണ്ടോ, ഇത് നിങ്ങൾക്ക് വരയ്ക്കാമല്ലോ. അതിനുശേഷം ഇവിടെ നിന്നത് ഇങ്ങനെ പതുക്കെ എടുത്തിട്ട് ഇത് കണ്ടോ, ഇങ്ങനെ പതുക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വളരെ തെളിച്ചം കുറച്ച് കണ്ടോ ഇങ്ങനെ വരയ്ക്കുക. അതായത് ഇവിടെ കൂടുതൽ ചരിഞ്ഞിട്ട് ഇങ്ങനെ വരിക,
ഇവിടേക്ക് ഇങ്ങനെ ഒന്ന് താഴുന്നു. കണ്ടോ ഇങ്ങനെ. അതിനുശേഷം ഇവിടെ നിന്ന് ചെറുതായി അകത്തേക്കൊന്ന് പിടിച്ചിട്ട് കണ്ടോ, ഇതാണ് ഒരു ഷേപ്പ്. അപ്പോൾ ഒന്നുകൂടെ കാണിക്കാം. നമ്മൾ നേരെ ഒന്ന് വരച്ചു, ഒരു ഓവൽ ഷേപ്പ് വരച്ചു. എന്നിട്ട് നമ്മൾ ഇവിടെയാണ് ഇങ്ങനെ ഉയർത്തിയിട്ട് ഇങ്ങനെ പോകുന്നു. ഇവിടെ അതുപോലെ തന്നെ വന്നിട്ട് ഇങ്ങനെ, ചുരുക്കം പറഞ്ഞാൽ ഇതാണ് വരകൾ. കണ്ടോ ഇങ്ങനെ. അതായത് ഇവിടെ കുറവ്, ഇവിടെ കൂടുതൽ, ഇവിടെ കൂടുതൽ, ഇവിടെ കുറവാണ് വരേണ്ടത് കേട്ടോ. ഇങ്ങനെയാണ് വരേണ്ടത്. ഇങ്ങനെ വരും. ഈ ഒരു ഷേപ്പിൽ വരും കേട്ടോ. ഇതാണ് ശരി. ഇങ്ങനെ വരയ്ക്കുക. നമ്മൾ എത്രയും ലളിതമായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നു അതാണ്, ആ മാർഗ്ഗമാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഒന്നുകൂടെ ഈ വരച്ച വര ഒന്നുകൂടെ കാണിച്ചു തരാം. ഓവൽ ഷേപ്പ് വരച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരും. ഈ വര സെൻറ്റർ വരെ ഇങ്ങനെ ഉണ്ടാവണം. കണ്ടോ, ഇങ്ങനെ വരയ്ക്കുന്നു. ഇങ്ങനെ വരയ്ക്കുന്നു. കണ്ടോ, ഇങ്ങനെ വന്നു. കൃഷ്ണമണി നമുക്കിവിടെ വരയ്ക്കാം. ഒരു വട്ടം, ഒരു സർക്കിൾ. കണ്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത്, ഈ കൺപോളയ്ക്കകത്തേക്ക് ഇത് പോകുന്നുണ്ട്. നമുക്ക് പിന്നീട് ഇത്രേ കിട്ടത്തുള്ളൂ അല്ലേ. അത് നമ്മൾ മായ്ച്ചു കളയാം. കണ്ടോ, ഈ രീതി മനസ്സിലായല്ലോ. എന്നിട്ട് ഞാൻ പതുക്കെ ഇതൊന്ന് മായ്ക്കുന്നു. നമുക്ക് ഒരു എഡിറ്റിങ്ങും ഇല്ല കേട്ടോ, നിങ്ങളുടെ മുമ്പിൽ തന്നെ വരച്ച് കാണിക്കുകയാണ്. എന്നിട്ട് നമ്മൾ കണ്ടോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് അകത്തോട്ട് പതുക്കെ വരച്ച്, കണ്ടോ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇങ്ങനെ കൊണ്ടുവരുന്നു. ഇവിടെ ഇങ്ങനെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കണ്ടോ, കൺപീലി വരുന്ന ഒരു തട്ട്, ഇങ്ങനെ ഒരു തടം പോലെ ഉണ്ട്. ഇതെങ്ങനെ കണ്ടോ, കണ്ണിൻ്റെ ഒരു പോർഷൻ ഇങ്ങനെ നിൽക്കും. ഇവിടെ നിന്നാണ് കൺപീലികൾ വരുന്നത്. അപ്പോൾ കണ്ണിൻ്റെ ഷേപ്പ് വന്നതുണ്ടോ, ഇങ്ങനെ വന്നിരിക്കുന്നു, ഇങ്ങനെ വന്നിരിക്കുന്നു. കണ്ടോ, അത് നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നു. ഒത്ത നടുക്ക് നമ്മൾ ഒരു സർക്കിൾ കൂടെ കൊടുക്കുക. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും കൃഷ്ണമണി മാറ്റാം. ഞാനിവിടെ വരച്ചു എന്നേ ഉള്ളൂ. കണ്ടോ, എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് വീഴുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഇതിങ്ങനെ വരയ്ക്കാം. നോക്കൂ, വളരെ സിമ്പിളായിട്ടാണ് വരച്ചിരിക്കുന്നത്. വേണമെങ്കിൽ ഒന്നിത് കറുപ്പിക്കാം അല്ലേ. ഒരു ചെറിയ ഷെയ്ഡ് ഇവിടെ കൊടുക്കാം. ഇന്ന് വരച്ചിരിക്കുന്നു. ഇനി എവിടെ നിന്നാണ് കൺപീലി വരുന്നത്? ക്രോസിനൊക്കെ വരച്ചായിരിക്കും ഭംഗി വരുന്നുണ്ടോ, അല്ലാതെ അവർ കറക്റ്റ് നിരയത്തല്ല വന്നിരിക്കുന്നത്. ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ കൈ എടുക്കുക വേണ്ട. കണ്ടോ, ചെല്ല് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരാറില്ല. കാരണം അവർ ഇവിടം വരെ വരച്ച് ഇങ്ങനെ കൊണ്ട് നിർത്തരുത്, ഇങ്ങനെ വരിക. കണ്ടോ, ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. അതോടൊപ്പം പറയാൻ, നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ ചേർന്ന് ചിത്രകല പഠിക്കേണ്ടവർക്ക് തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിലും തമ്പനെയിലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്പറുണ്ട്. നമ്മൾ ഓൺലൈനായിട്ട് ചിത്രകല പഠിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ കൂടെ ഇരുന്ന് ലൈവ് ക്ലാസ്സുകളാണ് ചെയ്യുന്നത്. ഇൻഡിവിജ്വലാവും ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഇൻഡിവിജ്വൽ ക്ലാസ്സും ഉണ്ട്, ഗ്രൂപ്പ് ക്ലാസ്സും ഉണ്ട്. നിങ്ങളുടെ പ്രായമോ നിങ്ങളുടെ ദേശമോ കാലമോ ഒന്നും പ്രശ്നമല്ല. കാരണം വെളുപ്പിന് 5 മണി തൊട്ട് രാത്രി 12 മണി വരെയാണ് ഇപ്പോഴത്തെ നിലവിലെ ക്ലാസ് ടൈം. ഇത്രയധികം കുട്ടികൾ നമുക്കുണ്ട്. എല്ലാ ലൈവ് ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന അത്ര രീതിയിൽ നമ്മൾ ഇതുപോലെ തന്നെ, ഇതിനേക്കാൾ കാര്യമായിട്ട്, കാരണം നമുക്കത് പറഞ്ഞ് വീണ്ടും വീണ്ടും പഠിപ്പിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ക്ലാസ്സുകളാണ്. ഏത് പ്രായത്തിലുള്ളവർക്കും ചിത്രകല പഠിക്കാനായിട്ട് നമ്മളെ സമീപിക്കാം. ഇതിലെ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ.
കണ്ടോ, വളരെ സിമ്പിളാണ്. ഇനി ഇതിനകത്ത് ചെറിയൊരു ഷെയ്ഡ് കൊടുക്കണം. കണ്ടോ, എന്ന് വെച്ചാൽ ഇത് കണ്ണിൻ്റെ അകത്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഷെയ്ഡ് സിമ്പിളായിട്ട് വരച്ചു. നിങ്ങൾക്കത് മനസ്സിലായെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇത് ഒന്നുകൂടെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് വരച്ചു. ഇനി അടുത്തൊരു കണ്ണ് നമുക്ക് വരയ്ക്കാം. ഇനി ഇതേ കണ്ണ് തന്നെ സൈഡ് വ്യൂ, കുറച്ച് സൈഡ് നമുക്ക് കാണിക്കണമെങ്കിൽ അവിടെ നമ്മൾ നോക്കാതെ ഇങ്ങനെ അതിൻ്റെ വരയിടുക. ഈ ഭാഗം നമ്മളിങ്ങനെ ചരിഞ്ഞ് കാണുമ്പോൾ ഇങ്ങനെ മുകളിലേക്ക് വരും. കണ്ടോ, മുകളിലേക്ക് വന്നിട്ട് ഇങ്ങനെയാണ് വരിക. നോക്കിയേ, ഇത് കുറച്ചുകൂടെ ഇങ്ങനെ ചരിയാം. കണ്ടോ, എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഇപ്പുറത്തോട്ട് വന്നിട്ട് നേരെ കണ്ണ് മുകളിലേക്ക് വരുന്നു. നോക്കൂ, ഇവിടെ കണ്ടടന്ന് ഇങ്ങനെയാണ് വരുന്നത്. ഈ ഭാഗം നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. നോക്കാം, കണ്ടോ, ഇതാണ് ഒരു രീതി. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കൃഷ്ണമണി ചരിഞ്ഞാണ് വരുന്നത് അല്ലേ, ഇങ്ങനെ വരും, ഇതിങ്ങനെ. അപ്പോൾ ഇത് ഞാൻ കുറച്ചുകൂടി ഡാർക്കായിട്ട് വരയ്ക്കാം. ഇത് ഇറേസ് ചെയ്യുന്നില്ല. കണ്ടോ, ഇങ്ങനെ വരുന്നു. ഇങ്ങനെ കാണിക്കുന്നു. അവസരം ഇത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ വരുന്നു. ഇതിനകത്തേക്കാണ് കൃഷ്ണമണി പോകുന്നത് അല്ലേ, അതുകൊണ്ടാണ് ഈ ഭാഗം നമ്മൾ കാണിക്കാത്തത്. വീണ്ടും ഇങ്ങനെ. ഇത് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു ആവശ്യത്തിലേക്ക് ആയതുകൊണ്ടാണ് വളരെ ഡീറ്റെയിൽ ഒന്നും വരയ്ക്കാതെ ഞാൻ സിമ്പിളായിട്ട് വരച്ച് കാണിക്കുന്നത്. അതല്ലാതെ നമ്മൾ പ്രൊഫഷണലായിട്ടൊക്കെ വരച്ച് കൊടുക്കുമ്പോഴോ പുസ്തകങ്ങൾക്ക് വരയ്ക്കുമ്പോഴോ ഇതുപോലെയല്ല, കുറച്ചുകൂടെ നമ്മൾ ഷേപ്പ് ചെയ്ത് വരയ്ക്കും. ഇതിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കാനുള്ള ആവശ്യത്തിനായതുകൊണ്ടാണ് ഞാൻ വളരെ ലൈറ്റായിട്ട് വരച്ച് കാണിക്കുന്നത്. കുറച്ചൊരു സൈഡ് വ്യൂ ആണല്ലേ, ഒരു സൈഡ്. ഇത് കുറച്ചുകൂടെ നമുക്ക് സൈഡിലേക്ക് മാറ്റി പഠിപ്പിക്കാം. അതായത് ഇങ്ങനെ നമ്മൾ കണ്ണു വരയ്ക്കുന്നത്. ഇത് കുറച്ച് സൈഡിലേക്ക്. ഇതിപ്പോൾ ഇത്രയാണ്, ഇവിടെയാണ് ഷേപ്പ് ചെയ്യാൻ. പിന്നീട് നിങ്ങൾ ആദ്യം ഈ ഷേപ്പ് ഇങ്ങനെ പിടിച്ചാൽ മതി. കണ്ടോ, ഇനി പൂർണ്ണമായിട്ട് സൈഡ് വ്യൂ വരുന്നത് ഇങ്ങനെ കണ്ടോ. ഇങ്ങനെ വരയ്ക്കാം. നോക്കൂ, പൂർണ്ണമായിട്ട് സൈഡ് വ്യൂ വരുന്നുണ്ടോ. ഇവിടെ നമ്മളെപ്പോഴും കണ്ടിടം നോക്കിയിട്ട് കണ്ടോ, ഇവിടെ വരയ്ക്കുന്ന രീതി ഒരു ട്രയാങ്കിളാണ്. കണ്ടോ, ട്രയാങ്കിൾ വരച്ചിട്ട് അത് നമ്മളിതേ ഇങ്ങനെ വരച്ചിട്ട് ഇവിടെയാണ് കൺപോള വരുന്നത്, ഈ ഷേപ്പ്. ഇത് നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് നേരെ ഇതിന് മേളിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ കുറച്ച് കണ്ണ്. ഈ കണ്ണ് വരയ്ക്കുന്നതോ ഇങ്ങനെയാണ്. കണ്ടോ, അപ്പോൾ 1, 2, 3 ഈ 3 മാർഗ്ഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായത് കരുതുന്നു. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സാണ്. ഇവിടെ ഒരു ഡീറ്റെയിലിംഗ് ഞാൻ വേറെ കൊടുത്തിട്ടില്ല, പഠിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ എൻ്റെ ചിത്രകലാ പാഠവത്തെ ഇവിടെ പരിചയപ്പെടുത്തുകയോ പ്രദർശിപ്പിക്കുകയോ ഞാൻ ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലളിതമായിട്ട് വരയ്ക്കുന്നുള്ളൂ മാത്രം. ഇങ്ങനെ മനസ്സിലായില്ലേ, മൂക്കിൻ്റെ ഷേപ്പ് വരുന്നു എന്നാണ്. നോക്കൂ, ഇങ്ങനെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു. ഇതിനേക്കാൾ ലളിതമായിട്ട് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അല്ലേ, അത്രയ്ക്ക് സിമ്പിളായിട്ട് ഞാനിത് പറയുന്നുണ്ട്. ഇനി ഞാൻ ഇവിടെ തന്നെ കണ്ണിനെ കുറച്ചുകൂടി വരയ്ക്കുന്ന രീതിയിൽ വരച്ച് കാണിച്ചു തരാം. അല്ലാതെ നമ്മൾ ചിത്രത്തിലൊക്കെ വരയ്ക്കുന്ന രീതിയിൽ വരയ്ക്കാം. ഇവിടെ അടയാളപ്പെടുത്തലുകളൊന്നുമില്ല. ഇങ്ങനെ വന്നിട്ട് നോക്കൂ, ഇവിടെ ഇങ്ങോട്ട് ഇത് വന്നിട്ട് ഈ കണ്ണിനെ നോക്കിയാൽ മതി കേട്ടോ. ഇതുപോലെയാണ്. അതെ, ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വന്നിട്ട് ദൈവമേ കൺപോള നമ്മൾ ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കുന്നു. കേട്ടോ, അതിനുശേഷം ഞാനിവിടെ ഒത്തിരി ഡാർക്കായിട്ട് കൊടുക്കുന്നു. നോക്കുക,
ഇങ്ങനെയാണ്. ഇത് നമ്മൾ ഇവിടെ ഒരു സാങ്കല്പികമായൊരു വര ഞാൻ കണ്ടുകൊണ്ട് വരയ്ക്കുകയാണ്. കൺപീലിയുണ്ട്, ഇവിടെ ഞാൻ വരയ്ക്കുന്നില്ല, എങ്കിലും ഒരു വരയുള്ളത് പോലെ ഞാൻ ഇവിടെ അകറ്റി ഈ ഷെയ്ഡ് കൊടുത്തതിന് ശേഷം ഇവിടെ വരയിടാം. കണ്ടോ, എന്നെ വെറുതെ ഇങ്ങനെ കാണിച്ചത്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കുന്നു. ഇനി നമ്മൾ ഈ മനോഹരമായ കണ്ണുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബാഹ്യ നേത്രങ്ങളെക്കുറിച്ച് വർണ്ണിക്കാറുണ്ട്. കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട്, അർത്ഥനിമീലിത ലോചനം, നീണ്ടിടംപെട്ട കണ്ണുകൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ. ബാഹ്യമായ കാഴ്ചകളാണ്. പലരും പറയും എൻ്റെ കണ്ണ് അത്ര ഭംഗിയുള്ളതല്ല എന്ന് പറയും. നമ്മൾ ഇതിനൊക്കെ പുറം കണ്ണുകളെയാണ് ഈ കാണുന്നത് അല്ലേ. പക്ഷെ ഇതിനേക്കാൾ മനോഹരമായ, ഒരിക്കലും വരയ്ക്കാൻ, ആ മനോഹാരിത വരച്ചു തീർക്കാനാവാത്ത കണ്ണുകൾ നമുക്കുണ്ട്. അത് നമ്മുടെ അകക്കണ്ണാണ്. ആ കണ്ണിൻ്റെ സൗന്ദര്യത്തിനെയാണ് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത്. അതായത് നമ്മുടെ മുൻപിൽ വന്നു നിൽക്കുന്ന ഒരു ജീവിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ദൈന്യത കാണാൻ കഴിയുന്ന കണ്ണ്, നമ്മുടെ അടുത്തെത്തുന്ന ഓരോ മനുഷ്യൻ്റെയും ഹൃദയം വായിക്കാൻ കഴിയുന്ന കണ്ണ്, നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനാവുന്ന കണ്ണ്, കരുണയുടെ, ദയയുടെ, ആർദ്രതയുടെ കണ്ണ്. ഓരോ ആളെയും നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ അകക്കണ്ണ് തുറക്കണം. അകക്കണ്ണ് തുറക്കാൻ നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്തിട്ടും എത്ര മനോഹരമായ കണ്ണുകളാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലേ, ഇതൊന്നും നിലനിൽക്കുന്നതല്ല. എന്നാൽ അകക്കണ്ണിൻ്റെ സൗന്ദര്യം വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ കണ്ണിൽ സാന്ത്വനവും ദയയും ചേർത്ത് പിടിക്കലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനോളം മനോഹരമായ കണ്ണ് ഈ ലോകത്തില്ല. ഒരു ചിത്രകാരനും അത് വരയ്ക്കാമെന്ന് അഹങ്കരിക്കാനും പറ്റില്ല. കാരണം പറ്റില്ല, അത്ര ആഴമേറിയ കണ്ണുകളാണത്. അതുകൊണ്ട് നമ്മൾ പുറം കണ്ണുകളെയും പുറം മോടികളെയും വരച്ച് സൗന്ദര്യം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും അറിയേണ്ടത് നമ്മുടെ അകക്കണ്ണിൻ്റെ സൗന്ദര്യമാണ്. നമ്മുടെ മുന്നിലെത്തുന്ന ഓരോ ജീവിയുടെയും അല്ലെങ്കിൽ ഓരോ ജീവൻ്റെയും ഉള്ളിലെ പെടപ്പ്, ദൈന്യത, അവരെ ഒന്ന് അറിയാൻ, അവർക്ക് വേണ്ടതൊക്കെ അകക്കണ്ണിലൂടെ കണ്ട് അവർക്കൊപ്പം നിന്ന് ചെയ്തു കൊടുക്കാനാകുന്ന കണ്ണുകൾ നമുക്കുണ്ടെങ്കിൽ അതിനേക്കാൾ മനോഹരമായിട്ട് മറ്റൊന്നുമില്ലെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു. നമ്മളൊക്കെ പഠിക്കുന്നത് പുറം കണ്ണ് വരയ്ക്കാനാണ്. അകക്കണ്ണ് തെളിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ മതി. അങ്ങനെ ഉള്ളപ്പോൾ നമുക്കൊപ്പം പ്രപഞ്ചമുണ്ടാവും, ഈശ്വരനുണ്ടാവും. അതുകൊണ്ട് അങ്ങനെ കൂടി നമുക്ക് ചെയ്തുകൊണ്ട് ഈ പുറമോടികളിലല്ല യഥാർത്ഥ സൗന്ദര്യമെന്നും അത് അകത്ത് തെളിയുന്ന ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കണ്ണുകളാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു ക്ലാസ് നിർത്തുന്നു. അടുത്ത ചിത്രവുമായിട്ട് അടുത്ത ക്ലാസ് വരാം. അതുപോലെ തന്നെ ഞാൻ ജീവനകല എന്ന് തുടങ്ങുന്ന ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ ഓരോ പ്രാർത്ഥനകളും എങ്ങനെയാവണം, ജീവനകല എങ്ങനെയാണ് നമുക്ക് നിതാന്തമായിട്ട് നമ്മുടെ ദുഃഖങ്ങളെ അകറ്റാൻ പറ്റിയ ആത്മീയതയ്ക്ക് സ്ഥാനമുള്ളതെന്ന് ഞാൻ പറഞ്ഞു തരാം. എൻ്റെ തേടലാണ്. നമ്മൾ ബാഹ്യമായിട്ട് തേടുന്നതൊക്കെയും അല്ലെങ്കിൽ എടുക്കുന്ന എല്ലാ സുഖവും ഒരിക്കലും ഇല്ലാതാവും. എന്നാൽ ഒരിക്കലും നഷ്ടപ്പെടാത്തൊരു സുഖമുണ്ട്, ഒരു ആനന്ദമുണ്ട്, ആത്മാനന്ദം. അതിലേക്ക് എങ്ങനെയാണ് എത്താനാവുക, എങ്ങനെയാണ് ഈ ജീവിതത്തിനെ ആ മനോഹാരിതയിലൂടെ നോക്കിക്കാണുക എന്ന് തുടങ്ങിയ വളരെ ലളിതമായിട്ടുള്ള എന്നാൽ വളരെ ഗഹനമായ അർത്ഥമുള്ള ഇത്രയും വർഷത്തെ എൻ്റെ തേടലുകളിൽ നിന്ന്, എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിൽ നിന്ന്, എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഒക്കെ ഉരുവായിട്ടുള്ള ഒരു പരിചയപ്പെടുത്തലാണത്. ഏറ്റവും ഉപകാരപ്പെടുന്ന ഒന്നായിരിക്കും. അത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നതേ ഉള്ളൂ. അതിനുശേഷം അതിൻ്റെ ലിങ്ക് ഇടാം. താല്പര്യമുള്ളവർക്കത് കാണാം. അതോടൊപ്പം തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ വിലയേറിയ അഭിപ്രായം അറിയിക്കുക. അടുത്ത ചിത്രവുമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ വരാം. ഒരുപാട് ഇഷ്ടത്തോടെ, ഒരുപാട് ഇഷ്ടത്തോടെ. ശ്രീകൃഷ്ണനാണ്. നന്ദി.